ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സുമായിട്ട് ഞാൻ റീനു തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രതിബിംബങ്ങളില്ലാത്ത കണ്ണാടി, നിന്റെ പ്രണയപാനപാത്രം പോലെ ശൂന്യമെന്ന്, നിന്നിലുറയുന്ന നനുത്ത സ്നേഹം പോലെ വെളുത്തതെന്ന്, തിരികെ ലഭിക്കാതെ പോയ നിന്റെ സ്നേഹം പോലെ മരവിച്ചതെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ. ഞാൻ എന്തോരം സ്നേഹമാണ് നിനക്ക് തന്നെ. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, എന്നിട്ടും എന്താ നിനക്കെന്നെ മനസ്സിലാവാത്തെ? എൻ്റെ സ്നേഹം നീ എന്താ തിരിച്ചറിയാത്തെ? തിരികെ കിട്ടാത്ത ഈ പ്രണയം വേദനയാണെങ്കിൽ പോലും നമ്മളെല്ലാവരും പ്രണയിക്കും, വീണ്ടും വീണ്ടും പ്രണയിക്കും, പ്രണയത്തെ ഇഷ്ടപ്പെടും. പ്രണയത്തെ അറിയുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയം ഒരു പനിനീർ പൂവ് പോലെ സുന്ദരമാണ്. പക്ഷേ മുള്ളുകളുടെ വശ്യതയാർന്ന സ്പർശനം, അതായത് നഷ്ടപ്രണയത്തിൻ്റെ നൊമ്പരമാണ് ഏറെ മനോഹരം. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. ആണോ? നഷ്ടപ്രണയത്തിൻ്റെ നൊമ്പരമാണോ പ്രണയത്തിൻ്റെ മനോഹാരിതയേക്കാൾ സുന്ദരം? ഈ ഒരു അഭിപ്രായത്തോട് മാത്രം ഞാൻ യോജിക്കില്ല. ഞാൻ പ്രണയിക്കുന്ന ആളെ എനിക്ക് സ്വന്തമാക്കണം, അല്ലാതെ അത് നഷ്ടപ്പെട്ട എനിക്കൊരു സന്തോഷവും വരത്തില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? ഒരു പ്രണയത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇഷ്ടപ്പെട്ടയാളെ നഷ്ടപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അയാൾ ജീവിതത്തിലില്ല എന്ന അവസ്ഥ വരുമ്പോഴത്തെ ആ വേദനയില്ലേ, അതൊന്നറിയണം. എന്നാലും നഷ്ടപ്രണയത്തെ എങ്ങനെയാ പ്രണയിക്കുക? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ എൻ്റെ ചോദ്യത്തിനൊരു ഉത്തരം തരുമോ? ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. റീനു ചേച്ചി, ഞാൻ എൻ്റെ സുധിയേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നു, പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. വീട്ടുകാർക്ക് വേണ്ടി ഇപ്പോൾ 2 പേരും മറക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ടാവണില്ല എന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. നമ്മളൊരാളെ ഇഷ്ടമാണെന്ന് ചെന്ന് പറയും, വീട്ടുകാർ പറയും അയാൾ നമുക്ക് പറ്റത്തില്ല എന്ന്. പ്രണയത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നാലും ഞാനിവിടെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്തുകൊണ്ടാണ് വീട്ടുകാരത് എതിർക്കുന്നതെന്ന്. വീട്ടുകാരെതിർക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യണം. പക്ഷേ നമ്മൾ എത്ര ആലോചിച്ചിട്ടും അവർ സംസാരിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഒന്നുമില്ല, വെറുതെ ഒരു ഈഗോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സ് പറയുന്ന കേൾക്കണമെന്നേ ഞാൻ പറയൂ. പിന്നെ അഭിജിത്ത് അനുവിന് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. സുന്ദർ പറഞ്ഞിരിക്കുന്നു, രേഷ്മ ഐ ലവ് യു. പ്രശാന്ത് പറഞ്ഞു, അഖില ഐ ലവ് യു ഡാ ചക്കരേ, മൈ ഹാർട്ട് ഈസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് യു. ഗുഡ് നൈറ്റ് മോളു. പിന്നെ ഡെഡിക്കേഷൻ ഇപ്പോൾ കൂടുതലും ബോയ്സിനാണല്ലോ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ചുമ്മാതാട്ടോ, ഞാൻ അയക്കുന്ന മെസ്സേജ് വായിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഫമീന, നിനക്കെന്നെ കാണണമെന്ന് തോന്നുമ്പോൾ നിൻ്റെ കണ്ണുകൾ നീ മെല്ലെ അടയ്ക്കുക, അപ്പോൾ ഞാൻ ഒരു ഹൃദയമെടുപ്പിൻ്റെ ദൂരത്തിനപ്പുറം ഞാൻ ഉണ്ടാകും. എന്നിട്ട് ഞാൻ നിന്നോട് പറയും ഐ മിസ് യു, ഐ ലവ് യു എന്ന് അയച്ചിരിക്കുന്നത് ഗ്ലാഡ് വിന്നാണ്. ഇതുപോലത്തെ മെസ്സേജസ് നിങ്ങൾക്ക് അയക്കണോ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലോട്ട്? എന്നാൽ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നു കേട്ടോ, അതിനുശേഷം ID-യും ഫോമാറ്റും തരും. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയത്തെ പ്രണയിച്ചവന് പ്രണയരാഹിത്യം മരണമാണ്. മരണം ചിലപ്പോഴൊക്കെ വിജയമാണ്. കത്തുന്ന മനസ്സുകളെ മരണം കൊണ്ട് വരിയുന്നത് കാലത്തിൻ്റെ കണ്ണുനീരാണ്. സ്വയം നഷ്ടപ്പെടുത്താതെ പ്രകാശം ചൊരിയുവാനാകില്ലെന്ന് മൃദുല സ്വരത്തിൽ ഒരു മെഴുതിരി നാളമായ നീ വിളിച്ചു പറയുന്നു. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. പ്രണയമില്ലാതെ ജീവിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ സങ്കട. പ്രണയിച്ചയാളെ നഷ്ടപ്പെടുന്നതോ അതൊരു വലിയ ദുഃഖ. മറ്റു പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് തടയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാൽ ജീവനെ പോലെ സ്നേഹിച്ചയാൾ നമ്മളെ വഞ്ചിച്ചാലോ? അതുവരെ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ അത്രയും പൊള്ളയാണെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മളെ വിട്ടുപോയാലോ? അതുപോലൊരു കഥയിലൂടെയാ ഇന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൻ്റെ സഞ്ചാരം. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.